ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അയന. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു പരിപ്പുവടയുടെ റെസിപ്പി ആയിട്ടോ വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ അളവിനായിട്ടൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഒരു 2 കപ്പോളം നമ്മുടെ പീസ് പരിപ്പുണ്ടല്ലോ, വടപ്പരിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വെള്ളം ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 6 മണിക്കൂറിന് ശേഷമാണ് നമ്മളിന്നത് എടുക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് ഞാൻ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, സവോള ഇത്രയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എല്ലാം ഈ ഒരു അളവിലെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ ഓരോന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ക്ലീൻ ചെയ്തതാ എടുത്തിട്ടുണ്ട് ഞാൻ എല്ലാത്തിൻ്റെയും തൊലിയൊക്കെ കളഞ്ഞ്. എന്നിട്ട് നന്നായി വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ചോപ്പറിൽ കട്ട് ചെയ്താലും മതിയാവും കേട്ടോ. ഞാൻ പക്ഷേ അന്നേരം ചോപ്പറിൻ്റെ കാര്യം ചെറുതായിട്ടൊന്ന് വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കയ്യിൽ തന്നെ അരിഞ്ഞെടുക്കുന്നത്. നമ്മുടെ ചോപ്പറുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. അങ്ങനെ കുരുമുനാന്ന് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനങ്ങനെ നമ്മുടെ സവോളയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പിന്നെ നമ്മുടെ ഇഞ്ചിയും ഒക്കെ വളരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പരിപ്പെല്ലാം നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് നമ്മുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിച്ചെടുത്തിട്ടില്ല. ഞാൻ അതിനെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു. ഈ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുത്താൽ മതിയാവും കേട്ടോ. ഞാൻ കുറച്ച് പരിപ്പ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട് എല്ലാം കൂടി ഞാൻ അരച്ചെടുത്തു. എന്നിട്ട് അതിപ്പോൾ നമുക്കിങ്ങനെ ചെറുതായിട്ട് കടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് മാറ്റി വെച്ചത്. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വേപ്പിലയും കൂടി ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ മക്കളിവിടെ കഴിക്കുന്നതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇടുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി കേട്ടോ. ഞാനൊരു 1.5 സ്പൂണോളം മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സും ഞാൻ അവിടെ ഒരു 2 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ ചില മുളകിന് നല്ല എരിവുണ്ടാവും, ചിലതിന് എരിവുണ്ടാവില്ല. അപ്പോൾ അതനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം കൂട്ടി ഇങ്ങനെ തിരുമ്മി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒക്കെ തിരുമ്മി കൊടുത്തിട്ടുണ്ട്. അതിനിടെ ഞാൻ ഉപ്പിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് കാണിക്കാൻ മറന്നു പോയിരുന്നു. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലെയിം ഓണാക്കി ഒരു ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ ഈ പരിപ്പ് മിക്സ് ഇതുപോലെ ഉരുളകളാക്കി അങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പതുക്കെ ഇടണം, സൂക്ഷിച്ചിടണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് എണ്ണ ഇങ്ങനെ തെറിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലോണം താഴ്ത്തി സൂക്ഷിച്ചിടുക. അപ്പോൾ നമ്മുടെ അങ്ങനെ ഒരു സൈഡ് ആകുമ്പോൾ നമ്മൾ ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇത് അത്യാവശ്യം അങ്ങനെ കനം കുറച്ച് പരത്തുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവുകയും ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ചൊരു ടൈം എടുക്കും. ഇപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇപ്പോഴും വേവിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പുടെ ആദ്യത്തെ ട്രിപ്പ് ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് പരിപ്പൊടി ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.